ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു മീഷോ കുർത്ത സെറ്റിന്റെ റിവ്യൂ അതുപോലെ തന്നെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. ഞാൻ കുറച്ചധികം പ്രൊഡക്ട്സ്, അതും എസ്പെഷ്യലി ഡ്രസ് ഐറ്റംസ് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം വിചാരിച്ചിരുന്ന ഒരു ഹോൾ വീഡിയോ ചെയ്യാനായിരുന്നു. പിന്നെ വിചാരിച്ചു ഓരോ പ്രൊഡക്റ്റ് വീതം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കുറവായിരിക്കും. കുറച്ച് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. തമ്മിൽ കൊടുത്തിരിക്കുന്ന പിക്ചർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മതിയല്ലോ. ഹോൾ വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചധികം പ്രൊഡക്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ അതിന് ഫൈൻഡ് ചെയ്യാൻ പാടായിരിക്കും. അതുമാത്രമല്ല, നമ്മൾ ഫുൾ വീഡിയോ കണ്ടെങ്കിൽ മാത്രമേ കറക്റ്റ് ആപ്റ്റായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്യാനും പറ്റത്തുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് ഓരോ പ്രൊഡക്റ്റ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തമ്മിൽ കണ്ട് ഫോട്ടോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് കാണാനും അതുപോലെ തന്നെ അതിന്റെ ഒരു കോഡ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വുമൺ എംബ്രോയിഡറി സെറ്റ് കുർത്തയുടെ റിവ്യൂ ആയിട്ടാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് 511 രൂപയ്ക്കായിരുന്നു മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. മെറൂൺ ആൻഡ് ഗ്രേ കളറിലാണ് ഇതിന്റെ ഒരു കോംബോ വരുന്നത്. നമ്മൾ പ്രൊഡക്റ്റ് കാണുമ്പോൾ ഈ മീഷോയുടെ ആപ്പിൽ കാണുമ്പോൾ ആ ഒരു മെറൂൺ കളർ നമുക്കൊരു മുന്തിരി കളറൊക്കെ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ആക്ച്വൽ പ്രൊഡക്റ്റ് വന്നപ്പോൾ അതൊരു മെറൂൺ കളർ തന്നെയായിരുന്നു. ഷോളിൽ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് പറയാനുള്ളത്, ഈ സെറ്റ് വരുന്നത് ടോപ്പും ബോട്ടും അതുപോലെ തന്നെ ദുപ്പട്ട കൂടിയ സെറ്റാണ്. ടോപ്പ് വന്നിട്ട് പ്ലെയിൻ ആണ്. അത്യാവശ്യം നല്ല ലെങ്തും നമ്മൾ എടുക്കും. ഞാൻ മീഡിയം സൈസാണ് എടുത്തത്. എനിക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു. പിന്നെ ഇടവേണം വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, അത്രയും ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും നല്ലൊരു കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു. പിന്നെ ലൈനിങ് ഇട്ടിട്ടാണ് ടോപ്പ് വരുന്നത്. പാൻ്റാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെറ്റീരിയലാണ്. ടോപ്പ് വരുന്നത് ഒരു പ്ലെയിൻ ടോപ്പാണ്. അതുകൊണ്ട് തന്നെ എംബ്രോയിഡറി വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഈ മെറൂൺ കളർ വെച്ചിട്ട് തന്നെ എന്തെങ്കിലും ഒരു ചെറിയ ബീഡ്സ് വർക്കോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റും. എനിക്ക് എല്ലാം കൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു. ഞാൻ സൈഡിൽ ഇതിന്റെ വീഡിയോസ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്താൽ ആ ഒരു പ്രൊഡക്റ്റിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമന്റ് ബോക്സിൽ കൂടി അറിയിക്കുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ കൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.